ഈ ലവ് സ്റ്റോറി ഒക്കെ ഇവര് പറഞ്ഞിട്ടുണ്ടോ ശിവാംഗിയുടെ അടുക്കെ? ആണല്ലേ, എന്റെ അത് എൻജോയ് ചെയ്യല്ലേ കേട്ടിരുന്നു. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ പുനിതமான ലവ് സ്റ്റോറി. ഇത് അതായത് ഞങ്ങളുടെ ജനറേഷൻ ഒരു മാതിരി ഭയങ്കര പാവം ഈ 2K കിഡ്സ്. അതെ അതെ, അയ്യോ പാവം, ഞങ്ങളൊക്കെയാണ് പാവം. അല്ലല്ല, ഞങ്ങള് ഒരു വിധത്തില് നല്ല ഞങ്ങളൊക്കെയാ പാവം. നിങ്ങളാണ് സൂപ്പർ. നിങ്ങളുടെ അടുത്ത് ജെനുവിൻ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായിരുന്നു, ജെനുവിൻ ലവ് ഉണ്ടായിരുന്നു. 2000 കഴിഞ്ഞ് ജനിക്കണവരെ പറയണത്. അതാ ഞാൻ പറയുന്നത്. ബിഫോർ സോഷ്യൽ മീഡിയ നിങ്ങൾ നിറയെ ടൈം സ്പെൻഡ് ചെയ്തു, ഇങ്ങനെ നിറയെ വിഷയങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളല്ല, അങ്ങനെയല്ല. എല്ലാമേ ഒരു എക്സ്റ്റേണൽ ബെനിഫിറ്റ്സ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്കല്ല അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ താഴെ കമന്റിൽ നിങ്ങൾ 2K കിഡ്സ്. ചേച്ചിക്ക് എന്താ പറയാനുള്ള? അവര് വന്ന് നീയല്ല വന്ന് എന്താ ഞങ്ങളല്ലേ നല്ല നോക്കിയിട്ടില്ലേടി അങ്ങനെയൊന്നും പറയാം. അതല്ല പറഞ്ഞേ. അല്ല, ഞാൻ വേറെ കാര്യം പറയാം. അഡ്ജസ്റ്റ് ചെയ്യണത് എപ്പോഴും 2K കിഡിന്റെ മുമ്പിലുള്ള ഇപ്പൊ ഞങ്ങളുടെ കാലഘട്ടത്തിലെ ആൾക്കാരാണ് അഡ്ജസ്റ്റ് ചെയ്ത് വാഴുന്നത്. അപ്പൊ നമ്മുടെ പിള്ളേർ ചോദിക്കും നിങ്ങൾ ഫുള്ള് സന്തോഷമായിരുന്നു അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ എന്നെ ചോദിച്ചാൽ ടച്ച്വുഡ് യെസ്, കൃഷ്ണൻ്റെ കൂടെയുള്ള എനിക്ക് എപ്പോഴും എന്നോട് ഇപ്പം ഒരാൾ ചോദിക്കുക കല്യാണം കഴിച്ചതാണോ കല്യാണം കഴിക്കാത്തതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഞാൻ കല്യാണം കഴിച്ചത് തന്നെയാണ് എനിക്കിഷ്ടം. എനിക്ക് അപ്പം നമ്മൾ പറയും അത് അപ്പായെ പോലുള്ളൊരു ഭർത്താവിനെ കിട്ടിയതുകൊണ്ടാണ്. തീർച്ചയായിരിക്കാം അത് ദൈവം എല്ലാവർക്കും അപ്പനെ പോലെ കിട്ടണമെന്ന് ആവശ്യമില്ല, ആവശ്യമില്ല, കിട്ടണമെന്ന് ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ അവള് പറയും. ഞാൻ പറഞ്ഞു കിട്ടില്ല എന്ന് ഉറപ്പില്ല, കിട്ടില്ലാന്നുമില്ലല്ലോ, കിട്ടൂലോ. അപ്പം പക്ഷെ ഞങ്ങൾക്കുള്ള ചണ്ടകളും അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളത് ആ രാത്രിയാകുമ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ എന്താ പറയണേ, ഗിവ് ആൻഡ് ടേക്ക്, ഒരു വിട്ടുകൊടുക്കൽ, അത് എത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ എപ്പോഴും നമ്മൾ ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ മനോഹരമായിട്ട് പോകാവുന്ന ഒരു ലൈഫാണ് എല്ലാവരുടെയും ലൈഫ്. ഞാനത് ക്ഷമിച്ചു. ഒരാഴ്ച കഴിയുമ്പോൾ ആ മനുഷ്യന് തന്നെ അല്ലെങ്കിൽ അവൾക്ക് തന്നെ മനസ്സിലാവും ഇദ്ദേഹം ക്ഷമിച്ചത് കൊണ്ടാണ് നമുക്കത് ഇപ്പം ഹാപ്പി, അല്ലെങ്കിൽ ഇവൾ ക്ഷമിച്ചത് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതെ, ആ ഈഗോ ഉണ്ടല്ലോ, വീടിന് വെളിയിൽ നിങ്ങൾ ചെരുപ്പഴിച്ച് വെക്കുമ്പോൾ നിങ്ങളുടെ ഈഗോ, ഇപ്പം നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു ആക്ടറാണ്, അല്ലെങ്കിൽ വലിയൊരു ഡയറക്ടറാണ്, അല്ലെങ്കിൽ വലിയൊരു സയൻറ്റിസ്റ്റാണ്, ഡോക്ടറാണ്, എല്ലാം ആ വെളിയിലെ ചെരുപ്പഴിച്ച് വെക്കുമ്പോൾ നമ്മൾ ചെരുപ്പഴിച്ചിട്ടില്ലേ വരുള്ളൂ. അവിടുന്ന് ആ സംഭവം ഈഗോ എല്ലാം വെളി കഴിഞ്ഞിട്ട് വീട്ടിനുള്ളിൽ കയറും. വീട്ടിനുള്ളിൽ കയറി ഞാനൊരു നോർമൽ ഒരു ഹ്യൂമൻ ബീങ് ആണ്, നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്, നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ, എന്തിനാണ് അടിയും വഴക്കും അങ്ങനെ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും. ഞാനൊരു കാര്യം പറട്ടെ, 2 അച്ഛനമ്മമാരുടെ അടുത്തുനിന്ന് വരുന്ന 2 തികച്ചും സ്വഭാവമുള്ള 2 വ്യക്തികളാണ് കല്യാണം കഴിക്കുന്നത്. ഉറപ്പായിട്ടും 2 പേരും ക്യാരക്ടർ ഒന്നല്ല, അടി തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വീട് നീറ്റാക്കി ഇടണം, എപ്പോഴും അവിടെ ഇത് പാടില്ല, കപ്പെടുത്ത് കുടിച്ചാൽ വെള്ളം അത് കഴുകി വെക്കണം, ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇടരുത്. പക്ഷേ വന്നിരിക്കുന്ന ഒരാൾ പക്ഷെ അങ്ങനെ ഇടുന്ന ഒരാളായിരുന്നു. അപ്പൊ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, കാലക്രമേണ അവർ അതിലേക്ക് വരും. ഇത് ചില ആൾക്കാരുണ്ട്, അവര് നീറ്റല്ല, ഇനി ചിലർക്ക് ഭയങ്കര നീറ്റ് പ്രോബ്ലം ഉണ്ട്, നീറ്റല്ല എന്നും പറഞ്ഞ് ഡൈവേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. ഉണ്ട്, ഫ്രണ്ട്സ് അല്ല, എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ചിലപ്പോൾ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും, അബ്രോഡിലുള്ളവരായിരിക്കും, എനിക്ക് അറിയാവുന്നവരുണ്ട്. അത് വൃത്തിയില്ല, അപ്പൊ രണ്ടും കൂടെ അടിച്ച് പിരിഞ്ചരഹ. അപ്പൊ ഞാനിപ്പോ ശിവാംഗിയോട് പറയും, ശിവാംഗി ഒരാളുടെ ബേസിക്, ഞാൻ OCD കുറിച്ചല്ല പറയണേ, ഓവർ വൃത്തി, ഒരാളുടെ ബേസിക് ഇതിന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് നീറ്റായിട്ട് വെക്കുക, അടുക്കള വൃത്തിയായിട്ടിരിക്കുക, മോർ ഓവർ ബാത്റൂം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അത് ഞാനൊക്കെ ഓരോന്നുണ്ടെങ്കിൽ ഇരുന്നത് അതന്നെ ഇന്നലെ ലേറ്റ് ആയി നിങ്ങൾ ചോദിച്ചു, ഇതൊന്നും ബാത്റൂം ഞാൻ പറഞ്ഞു, ബാത്റൂം എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ട് എന്റെ തുണിയെല്ലാം അലക്കാൻ ഇട്ടിട്ട്, എന്നിട്ട് ബെഡ് റെഡിയാക്കി, എന്നിട്ട് എന്റെ ബാഗെല്ലാം സോർട്ട് ചെയ്ത്, എന്നിട്ട് എന്റെ കബോർഡെല്ലാം ഒന്ന് നീറ്റാക്കി എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഉറങ്ങാൻ ടൈമായി. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. കൈയോടെ അങ്ങനെ എന്നും വേണം കേട്ടോ, കല്യാണം കഴിഞ്ഞാലും അങ്ങനെ വേണം. അയ്യോ, എന്റെ പയ്യന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുക, അവൻ കുളിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം അവിടെ വഴക്കി വിടുകയൊക്കെ പയ്യനുമായിട്ട് ഇതിന്റെ പേരിലൊക്കെയാണ്. അപ്പൊ ഞാൻ പറയണത് ഇത് സീരിയസ് ആയിട്ട് എടുക്കാതെ കുറച്ച് ടൈം കൊടുക്കുക, അതാണ്. ചേട്ടൻ ഒന്ന് കണ്ടോ, ഇങ്ങനെ ആരെങ്കിലും നെയിൽ പോളിഷ് ഇടുമോ, ഇതൊന്ന് സൂം വയ്ക്കാൻ.
ഒരു കാര്യം, എന്റെ ശരീരത്തിലെ ഏതോ ഒരു ഭാഗമാണ് നെയില്. ഞാൻ അതിന് വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കില്ല. ഞാൻ എന്നും മറന്നു പോകുന്നൊരു കാര്യമാണ് നെയിൽ പോളിഷ് ഇടാൻ. ഞാൻ നെയിൽ പോളിഷ് ഇടാറില്ല. ഞാനത് എപ്പോഴും ഞാൻ കച്ചേരിക്ക് പോടെ കാറിലിരുന്ന് അപ്പോൾ ഇറങ്ങുമ്പോഴാണ് നെയിൽ പോളിഷ് ഇട്ടില്ലാന്ന്. അത് എനിക്കറിയില്ല, എൻ്റെ ഒരു ഇതാ ആ ഒരു കാര്യത്തിൽ. അതെ, കൃഷ്ണനാണെങ്കിൽ നെയിൽ പോളിഷിന്റെ മണം കാറിൽ കേൾക്കണത് ഇഷ്ടമേ അല്ല. അപ്പൊ ഞാൻ കാറിലിരുന്നത് ഇടും. പക്ഷെ പുള്ളി അഡ്ജസ്റ്റ് ചെയ്തു. പുള്ളി ആ മണം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം വെച്ചാൽ പുള്ളിയുടെ ഭാര്യയാണ് ഞാൻ. അതാണ് നെയിൽ പോളിഷ് അഡ്ജസ്റ്റ്മെന്റിലെ ഒരു മികപ്പെരിയ അഡ്ജസ്റ്റ്മെന്റ്. അതിലും നെയിൽ പോളിഷിലും എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? അത് ഞാൻ കയ്യും കാലും മാത്രം, അതിൽ ഞാൻ മനുഷ്യനെല്ലാം പെർഫെക്റ്റ് ആയിട്ടില്ലല്ലോ. കയ്യും കാലും മാത്രം അത്രയും ശ്രദ്ധിക്കില്ല. പക്ഷെ കയ്യും കാലും ശ്രദ്ധിക്കണം നമ്മൾ. ഞാനിങ്ങനെ ഈ ഇത് ചെയ്യുന്ന പെഡിക്യൂർ മാനിക്യൂർ ഞാൻ ശ്രദ്ധിക്കത്തേ ഇല്ല. പിന്നെ ഞാൻ എല്ലാവരും പറയും എന്നെ ഇങ്ങനെ പുട്ടിയിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു സൺസ്ക്രീൻ മാത്രമേ തേച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിലെങ്ങനെയാന്ന് എനിക്കറിയില്ല. എല്ലാവരും എന്നെ മേക്കപ്പ് ഇടണ ഇത് അങ്ങനെ കിഴവി അങ്ങനെയൊക്കെ പറഞ്ഞ് കാളിയൊക്കെ. അതെന്താന്നറിയോ, അമ്മ വന്ന് കണ്ണ് നിറയെ എഴുതി ലിപ്സ്റ്റിക്, ഞാൻ കണ്ണ് എഴുതി ലിപ്സ്റ്റിക് ഇടും. ഇതാണ് പൊട്ടിന്റെ ഈ പൊട്ടും കണ്ണും ഇത് എഴുതും. അല്ലാണ്ട് മുഖത്തിൽ അങ്ങനെ ഫൗണ്ടേഷൻ തേച്ച് അത് തേച്ച് അങ്ങനെ ചെയ്യത്തില്ല. കവളിന്റെ മേക്കപ്പ് എനിക്ക് ഒരു 2 സെക്കൻഡ് മതി. പക്ഷെ ലിപ്സ്റ്റിക് ഇട്ട് കണ്ണെഴുതും. അതാണ് അത് കാണുന്നോണ്ടായിരിക്കാം ചിലപ്പോൾ. അതെ അതെ അതെ. പിന്നെ വേറൊരു ശിവകാർത്തികേയൻ ആൻഡ് ദ മൂവി ഞാൻ കേട്ടിട്ടുണ്ട് കുറേ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു എന്ന് പുള്ളിയുടെ. അവസാനം അതാ പിന്നെ നിന്നെ വിളിക്കാത്ത. ഇത് ശിവകാർത്തികേയൻ അണ്ണനെ അറിയില്ല ഈ കാര്യം. എപ്പോഴും അല്ല, പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോണ്ടിരുന്ന പറഞ്ഞു. പറയൂ ആ ഒരു എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ അല്ലേ ആരെങ്കിലും എൻ്റെ അടുത്ത് നിനക്ക് ഒരു ടൈം മെഷീൻ പോണം അങ്ങനെ എന്നാ ഏത് വാട്ട് യു വാണ്ട് ടു എക്സ്പീരിയൻസ് അഗൈൻ അങ്ങനെ ചോദിച്ചാ ഞാൻ കണ്ടിപ്പാ ഡോൺ പടം എക്സ്പീരിയൻസ് പറയുള്ളൂ. എന്തിനാ അത്ര സ്റ്റാർസ് അവരുടെ. ഇപ്പോ ഒരു ക്യാമറ ഒരു ഫ്രെയിം ക്യാമറ വന്ന് മാറ്റിയെടുക്കാൻ 20 minutes ആവും. സോ ആ 20 minutes അത്ര സംസാരിക്കും. ഇപ്പൊ എസ് ജെ സൂര്യ സാർ ഇരിക്കട്ടെ, ഓൾ ദി സീനിയർ ആർട്ടിസ്റ്റ്, സമുദ്രകണി സാർ, ശിവാണ, എല്ലാരും അങ്ങനെ റൗണ്ടായി ഇരുന്ന് അവര് ഒരു പടം എക്സ്പീരിയൻസ് ചെയ്തത്. ശിവാണ വന്ന് വിജയ് ടിവിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു, ശിവാണയ്ക്ക് എത്ര ശമ്പളം കിട്ടിയായിരുന്നു, ആ ശമ്പളത്തിൽ ഞാൻ എന്ത് പണി എടുത്തോണ്ടിരുന്നു, ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് എന്താ ഫുഡ് പിടിക്കും, അതോ എങ്ങനെയാ ശിവാനോட പ്രൊഡക്ഷൻ എസ്കെ പ്രൊഡക്ഷൻസ് വന്ന് വെരി കർപ്പൂരം മാതിരി നോക്കും. ഒരു മാതിരി കർപ്പൂരം കത്തിക്കുമല്ലേ ചെയ്യണത്. അയ്യോ കർപ്പൂരം കത്തിച്ച് കളയും. ഒരു മാതിരി ഭയങ്കര ഇതായിട്ട് നോക്കും. അപ്പൊ വന്ന് ടെൻഡർ ആയിട്ട് നോക്കും, കംഫർട്ടബിൾ ആയിട്ട് വയ്ക്കും. എനിക്ക് എന്തെങ്കിലും വരുന്ന ഒരു ദോശ വേണം, ഒരു പീച്ച വേണം, അങ്ങനെ ആ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്ന് 1 hour ആയിരിക്കും ആ സ്പോട്ടില്ല. അവിടുന്ന് ആളെ വിളിച്ച് എന്റെ അടുത്ത് പറയാതെ കേട്ടല്ലേ വെരി ഭട്ടൂരയില്ലേ വലിയ കൊളപ്പൂരി, അത് 2 വാങ്ങിട്ട് വന്നു. എനിക്ക് ചെന്ന ഭട്ടൂര എനിക്ക് എന്ത് തരാത്ത, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അതായിരുന്നല്ലോ. ഇല്ല എന്താന്നറിയോ, ഇപ്പൊ ശിവകാർത്തികൻ ഒരു വലിയ ഹീറോ, ആ ഹീറോയുടെ ക്യാരവനെല്ലാം വന്ന് നമ്മൾ അത്ര നിറയെ പേരിലെ ക്യാരവൻ വിടുമെന്നല്ലേ എനിക്കറിയില്ല. പക്ഷെ ശിവനല്ലേ എവറി ലഞ്ച് എവറി ഡിന്നർ എവറി ഷാട്ടിന് മുമ്പ് എല്ലാവരും വാങ്ങ് അങ്ങനെ വന്ന് ശിവനോടെ ക്യാരവല്ലേ ഇങ്ങനെ എല്ലാവർക്കും. സോ എസ് എ സൂര്യ സാർ, ഞാന്, എന്നിട്ട് പ്രിയങ്ക മോഹൻ ഹീറോയിൻ, എന്നിട്ട് ഞങ്ങളുടെ കൂടെ മിർച്ചി വിജയ് എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ, എന്നിട്ട് ബാലസറാണ്. 5 പേര് വരുന്ന ക്യാരവൻ ഇങ്ങനെ ഷേക്കാവും, ചിരിച്ച് അയ്യോ പഴയ വടിവേലു സാറിന്റെ ജോക്കും ഗൗണ്ടമണി സാറിന്റെ ജോക്കും. എന്നിട്ട് ശിവണ്ണ he is a very spontaneous comedian. ശിവണ്ണല്ല സ്പോട്ടിൽ ഇങ്ങനെ കൗണ്ടർ ചിരിച്ച് തള്ളി. ഒരു പ്രാവശ്യം ശിവാനയുടെ ബർത്ത്ഡേക്ക് വന്ന് അവിടെ ഒരു എല്ലാ ക്രൂവിന് വേണ്ടി ഫലൂഡ, എന്ത് കുൽഫി ഫലൂഡ അങ്ങനെ ഒരു സാധനം ഭയങ്കര ഫേമസ്. സോ അതൊരു വലിയ എക്സ്പീരിയൻസ്.